CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ പണിമുടക്ക് പൂർണ്ണം. വിവിധ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയ തൊഴിലാളികൾ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തി. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങാത്തതിനാൽ ജനജീവിതം സ്തംഭിച്ചു. നിപ്പ വൈറസ് സ്ഥിരീകരിച്ച തച്ചനാട്ടുകര കിഴക്കുംപുറം പ്രദേശത്ത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വളർത്തുനായ്ക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. നിപ്പയുടെ ഉറവിടം കണ്ടെത്താനുള്ള വിശദമായ പരിശോധനകളുടെ ഭാഗമായാണ് നടപടി. പെരിന്തൽമണ്ണയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 10 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. അക്കൂത്ത് വടക്കത്തൊടി വീട്ടിൽ ആബിദിന്റെ മകൻ അഫ്നാനാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മണ്ണാർക്കാട് കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും സംഘടിപ്പിച്ചു. പ്രതിഷേധക്കാർ ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് പൂർണ്ണം. സ്വകാര്യ വാഹനങ്ങളല്ലാതെ മറ്റു വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. ചെറുപ്പുളശ്ശേരിയിൽ സംയുക്ത സമരസമിതി പ്രകടനം നടത്തി. BMS ഒഴികെയുള്ള രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ റദ്ദാക്കണമെന്നാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. തൊഴിൽ, സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടർന്നാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പണിമുടക്കിലേക്ക് നീങ്ങിയത്. പാർലമെന്റ് പാസാക്കിയ 4 പുതിയ തൊഴിൽ നിയമങ്ങളോടുള്ള തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൊഴിലാളി സംഘടനകളെ ഇല്ലാതാക്കുകയും ജോലി സമയം വർദ്ധിപ്പിക്കുകയും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകളെ പിഴകളിൽ നിന്ന് സംരക്ഷിക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് 4 പുതിയ തൊഴിൽ നിയമങ്ങളെന്നാണ് ട്രേഡ് യൂണിയനുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു പുറമെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, ജോലികൾക്ക് പുറം കരാർ കൊടുക്കുന്നത്, കരാർ തൊഴിലാളികളെ നിയമിക്കുന്നതടക്കമുള്ള വിഷയങ്ങളും പണിമുടക്കുന്ന തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നീക്കം തൊഴിൽ സുരക്ഷയ്ക്കും ന്യായമായ വേതനത്തിനും ഭീഷണിയാണെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. ഗതാഗതം, ഇൻഷുറൻസ്, റെയിൽവേ, തപാൽ, പ്രതിരോധം, ഖനി, നിർമ്മാണം, ബാങ്കിംഗ്, വൈദ്യുതി, ഉരുക്ക്, ടെലികോം മേഖലകളിലെ തൊഴിലാളികളും ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. അസംഘടിത തൊഴിലാളികൾ ഉൾപ്പെടെ ദേശീയ പണിമുടക്കിൽ അണിചേരുന്നുണ്ട്. CCN ചെറുപ്പുളശ്ശേരി. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. അങ്ങാടിപ്പുറത്ത് പ്രവർത്തിച്ച ബാങ്ക് സമരാനുകൂലികൾ അടപ്പിച്ചു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ചൊവ്വാഴ്ച സർവീസ് തുടങ്ങിയ ദീർഘദൂര KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഓട്ടോകളും നിരത്തിലിറങ്ങിയില്ല. രാവിലെ തുറക്കാറുള്ള കടകൾ പോലും അടച്ചിട്ട നിലയിലായിരുന്നു. അങ്ങാടിപ്പുറത്ത് പ്രവർത്തിച്ച ഒരു ബാങ്ക് സമരാനുകൂലികൾ എത്തി അടപ്പിച്ചു. കാര്യം പറയുന്നത്
അടച്ചിട്ടോ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ച് 10 തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായാണ് പണിമുടക്ക് നടത്തുന്നത്. ആശുപത്രി, പാൽ വിതരണം പോലുള്ള അവശ്യ സർവീസുകൾക്ക് പണിമുടക്കിൽ നിന്ന് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി 25 കോടി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത്. CCN പെരിന്തൽമണ്ണ. ദേശീയ പണിമുടക്ക് മലപ്പുറം ജില്ലയിൽ പൂർണ്ണം. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയ തൊഴിലാളികൾ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തി. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങാത്തതിനാൽ ജനജീവിതം സ്തംഭിച്ചു. പണിമുടക്ക് വൻ വിജയമാക്കിയ ബഹുജനങ്ങളെയും തൊഴിലാളികളെയും കച്ചവടക്കാരെയും സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ സമിതി അഭിനന്ദിച്ചു. മലപ്പുറത്ത് കുന്നുമ്മൽ KSRTCക്ക് മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മഞ്ചേരി റോഡ്, പെരിന്തൽമണ്ണ റോഡ് വഴി കോട്ടപ്പടി ടൗൺ ചുറ്റി കുന്നുമ്മൽ സമരപ്പന്തലിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. AITUC ജില്ലാ പ്രസിഡന്റ് MA റസാഖ് അധ്യക്ഷനായി. CCN മലപ്പുറം. കടമ്പഴിപ്പുറത്തും ശ്രീകൃഷ്ണപുരത്തും ദേശീയ പണിമുടക്ക് പൂർണ്ണം. ശ്രീകൃഷ്ണപുരത്ത് ഒറ്റപ്പാലം MLA K പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ SBI, വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ അടപ്പിച്ചു. പ്രതിഷേധ പ്രകടനവും നടത്തി. എല്ലാവർക്കുള്ളതാണ്. ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കുള്ള പണി കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല. 8 മണിക്ക് ഞാൻ കണ്ടിട്ട് തുറന്നുപോയി. കണ്ടെന്നേക്ക് പോയത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കടമ്പഴിപ്പുറത്തും ശ്രീകൃഷ്ണപുരത്തും പൂർണ്ണമായിരുന്നു. ശ്രീകൃഷ്ണപുരത്ത് ഒറ്റപ്പാലം MLA K പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ ട്രഷറി ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ ഓഫീസുകൾ, ശ്രീകൃഷ്ണപുരത്തെ SBI ബാങ്ക്, വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ അടപ്പിച്ചു. അത് ചായ ഉണ്ടാക്കണൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്, ചായ ഉണ്ടാക്കലൊക്കെ ഉണ്ടാവും. പാർലമെന്റ് പാസാക്കിയ 4 പുതിയ തൊഴിൽ നിയമങ്ങളോടുള്ള തൊഴിലാളി സംഘടനകളുടെ എതിർപ്പാണ് ദേശീയ പണിമുടക്കിന് പ്രധാന കാരണം. CITU, INTUC, AITUC, HMS, SCWA, LPF, UTUC എന്നിവയുൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതിയാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. CCN കടമ്പഴിപ്പുറം. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കടുത്ത അലംഭാവവും അലസതയും പുലർത്തുകയും ചെയ്യുന്നതിനെതിരെ കോടാനുകൂടി തൊഴിലാളികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങൾ നടത്തുന്നതിനെതിരായിട്ടുള്ള ദേശീയ തലത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് പോരാട്ടം എന്ന നിലയിലാണ് പണിമുടക്കിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന
29 തൊഴിൽ നിയമങ്ങൾ അത് 4 ലേബർ കോഡുകളായി ചുരുക്കി നൂറ്റാണ്ടുകളായി രാജ്യത്തെ തൊഴിലാളികൾ, ലോകത്തെ തൊഴിലാളികൾ പൊരുതി നേടിയ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന സാർവദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ആ ന്യായമായ തൊഴിൽ സാഹചര്യത്തെ പോലും അട്ടിമറിക്കുന്ന നിലയിലുള്ള നടപടികളാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. തൊഴിലാളികളുടെ തൊഴിൽ സമയം വർദ്ധിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി നിഷേധിക്കാനുമുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എം സുകുമാരൻ അധ്യക്ഷനായി. എം സൈതാലി, പി അരവിന്ദാക്ഷൻ, എം സി വാസുദേവൻ, ബി രാജേഷ്, എം കെ ദേവി, കെ രാകേഷ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മണ്ണാർക്കാട് നഗരത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനവും സമരകേന്ദ്രവും സംഘടിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മനോമോഹനൻ ഉദ്ഘാടനം ചെയ്തു. CITU, AITUC, NLC, HMS, MSSETO എന്നീ സംഘടനകളാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. KTM സ്കൂളിന് മുൻവശത്തായി സംഘടിപ്പിച്ച സമരകേന്ദ്രം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മനോമോഹനൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ കമ്മിറ്റി അംഗം ഹക്കീം മണ്ണാർക്കാട് അധ്യക്ഷനായി. AITUC ജില്ലാ ഭാരവാഹി സുരേഷ് കൈതച്ചിറ സ്വാഗതവും CITU ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി PK ഉമ്മർ നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്. ദേശീയ പണിമുടക്ക് ദേശീയപാതയിലെ കരിങ്കലത്താണിയിലും ജനജീവിതത്തെ സാരമായി ബാധിച്ചു. മിക്ക കടകളും അടഞ്ഞുകിടന്നപ്പോൾ ചുരുക്കം ചില സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്കാണിത്. CCN ചത്തല്ലൂർ. നിപ്പ വൈറസ് സ്ഥിരീകരിച്ച തച്ചനാട്ടുകര കിഴക്കുംപുറം പ്രദേശത്ത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വളർത്തുനായ്ക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. നിപ്പയുടെ ഉറവിടം കണ്ടെത്താനുള്ള വിശദമായ പരിശോധനകളുടെ ഭാഗമായാണ് ഈ നടപടി. തച്ചനാട്ടുകര കിഴക്കുംപുറം പ്രദേശത്ത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായി വളർത്തുനായ്ക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. കിഴക്കുംപുറം പ്രദേശത്തിന്റെയും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുനായ്ക്കളെ കണ്ടെത്തിയാണ് ഈ സാമ്പിളുകൾ ശേഖരിച്ചത്. നേരത്തെ കഴിഞ്ഞ ദിവസം ആട്, പശു എന്നീ വളർത്തുമൃഗങ്ങളുടെ രക്തസാമ്പിളുകളും ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ശേഖരിച്ചിരുന്നു. ഇവയെല്ലാം ഒരുമിച്ചാകും വിശദമായ പരിശോധനകൾക്കായി അയക്കുക. വളർത്തുനായ്ക്കൾക്ക് പുറമെ തെരുവുനായ്ക്കളുടെ രക്തസാമ്പിളുകളും അടുത്ത ദിവസം ശേഖരിക്കാൻ ശ്രമിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഡോക്ടർ കതിരേശൻ, ഡോക്ടർ അതുല്യ എന്നിവരുൾപ്പെടെ 4 ഡോക്ടർമാരും നായപിടുത്തക്കാരും അടങ്ങുന്ന സംഘമാണ് സാമ്പിൾ ശേഖരണ ദൗത്യത്തിൽ പങ്കെടുത്തത്. നിപ്പയുടെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള നിർണായകമായ ഒരു ഘട്ടമായാണ് ഈ പരിശോധനകളെ കാണുന്നത്. CCN ചത്തല്ലൂർ. നിപ്പ വൈറസ് നിയന്ത്രണത്തിന്റെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട തച്ചനാട്ടുകരയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തീരുമാനം. നിലവിൽ അടഞ്ഞുകിടക്കുന്ന വിദ്യാലയങ്ങളിൽ കുണ്ടൂർകുന്ന് UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ചാമപ്പറമ്പ് LP സ്കൂൾ, ലഗസി UP സ്കൂൾ, പഴഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ എന്നിവ ഉൾപ്പെടുന്നു. 21 ദിവസത്തെ നിയന്ത്രണത്തിൽ വിദ്യാലയങ്ങൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണ് ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രധാന അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയത്. തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിച്ചു. കോവിഡ് കാലത്ത് പിന്തുടർന്നിരുന്ന ഓൺലൈൻ ക്ലാസ് രീതിയാണ് ഇതിനായി അവലംബിച്ചിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് മറ്റു സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് രീതി ആരംഭിക്കാൻ നീക്കമുണ്ട്. പ്രദേശത്തെയും പുറത്തെയും സ്ഥാപനങ്ങളിലായി 4800-ലധികം കുട്ടികളാണ് പഠിക്കുന്നത്. അംഗൻവാടികളുടെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം ആയിട്ടില്ല. മദ്രസകളും അടഞ്ഞുകിടക്കുകയാണ്. CCN ചത്തല്ലൂർ. SBI ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12 ഉപഭോക്താക്കൾക്ക് 20,08,747 രൂപ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു. SBI ക്രെഡിറ്റ് കാർഡ് സർവീസ് നൽകിയിരുന്ന ഒരു ജീവനക്കാരൻ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് വിധി.
ബാങ്കിൽ അക്കൗണ്ടുള്ള പലർക്കും ക്രെഡിറ്റ് കാർഡിന് അർഹതയുണ്ടെന്നും ബാങ്കിലെത്തണമെന്നും ആവശ്യപ്പെട്ട് നിരന്തരം ഫോൺ വിളികൾ ലഭിച്ചിരുന്നു. ക്രെഡിറ്റ് കാർഡ് ആവശ്യമില്ലാത്തവർ പോലും ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം ക്രെഡിറ്റ് കാർഡ് കൗണ്ടർ വഴി അപേക്ഷ നൽകി. പിന്നീട് കാർഡ് വേണ്ടെന്ന് വെച്ചവരും അക്കൗണ്ടിൽ നിന്ന് അമിതമായി പണം നഷ്ടപ്പെടുന്നതായി കണ്ടവരും കാർഡ് റദ്ദാക്കാൻ ബാങ്കിനെ സമീപിച്ചു. ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിലെ ജീവനക്കാരനായ ദലീൽ എന്നയാളെ സമീപിക്കാൻ ബാങ്ക് നിർദ്ദേശിച്ചു. ദലീൽ കാർഡ് റദ്ദാക്കിയെന്ന് അറിയിച്ചെങ്കിലും പിന്നീടും അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് തുടർന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദലീൽ നിരവധി പേരുടെ കാർഡുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത്. അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ട പണവും നഷ്ടപരിഹാരവും കോടതി ചെലവുമായി 20,08,747 രൂപ 45 ദിവസത്തിനകം പരാതിക്കാർക്ക് നൽകണമെന്നാണ് കമ്മീഷൻ ഉത്തരവ്. ഇത് നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ 9% പലിശയും നൽകണം. SBI കാർഡ്സും SBIയും രണ്ട് സ്ഥാപനങ്ങളാണെങ്കിലും ഒരു കാര്യത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് കമ്മീഷൻ കണ്ടെത്തി. ബാങ്കിന്റെ ജീവനക്കാരനാണെന്ന് വിശ്വസിപ്പിച്ചാണ് ദലീൽ അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കിയതെന്നും ആയതിനാൽ അക്കൗണ്ട് ഉടമകൾക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നും കമ്മീഷൻ അംഗീകരിച്ചു. പ്രസിഡന്റ് കെ മോഹൻദാസ്, അംഗങ്ങളായ പ്രീതി ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ എന്നിവരടങ്ങിയ കമ്മീഷനാണ് വിധി പുറപ്പെടുവിപ്പിച്ചത്. പരാതിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ KM കൃഷ്ണകുമാർ, സൈനുലാബിദ്ദീൻ, അഭിലാഷ്, ബീന ജോസഫ് എന്നിവർ ഹാജരായി. CCN മലപ്പുറം. പെരിന്തൽമണ്ണയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 10 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കക്കൂത്ത് വാക്കടത്തൊടി വീട്ടിൽ ആബിദിന്റെ മകൻ അഫ്നാനാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. കൂട്ടുകാരോടൊപ്പം നീന്തുന്നതിനിടയിൽ അഫ്നാൻ വെള്ളത്തിൽ താഴുകയായിരുന്നു. വിവരം ലഭിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ C ബാബുരാജ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P നാസർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂബ ടീം ഉൾപ്പെടെയുള്ള ജീവനക്കാർ തിരച്ചിൽ നടത്തി കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഏകദേശം 40 അടി നീളവും 35 അടി വീതിയുമുള്ള നിറയെ പുല്ലും പായലും നിറഞ്ഞ 15 അടിയോളം താഴ്ചയുള്ള കുളത്തിലാണ് കുട്ടി മുങ്ങിയത്. ഉടൻ തന്നെ അഫ്നാനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. CCN പെരിന്തൽമണ്ണ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കലത്താണി തൊടുകാപ്പ് ഭാഗത്ത് റോഡിലുള്ള ചെറുതും വലുതുമായ 10ഓളം കുഴികൾ അപകടക്കെണിയായി മാറുന്നു. രാത്രിയിൽ ഈ ഭാഗത്തെത്തുന്ന അപരിചിതരായ വാഹനങ്ങൾ കുഴികളിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് ബൈക്കിൽ വരികയായിരുന്ന പാലക്കാട് സ്വദേശി സുരേഷ് കുമാറിന് കുഴിയിൽ വീണ് കാലിനും മുഖത്തിനും പരിക്കേറ്റു. ഇതിനു മുൻപ് ഇതേ പ്രദേശത്തെ കുഴിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടിരുന്നു. റോഡിലെ കുഴികൾ നികത്താത്തതിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. CCN ചത്തല്ലൂർ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനം കൈമാറുകയും NCFലേക്ക് കൺവെയർ ബെൽറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ N സാജിറ, KK ഷൗക്കത്ത്, K അനസ്, സെക്രട്ടറി ഷൗക്കത്ത് അലി, VO രാംജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പുതിയ വാഹനം സഹായകമാകുമെന്നും മാലിന്യ സംസ്കരണ പ്രക്രിയയ്ക്ക് കൺവെയർ ബെൽറ്റ് വേഗത നൽകുമെന്നും അധികൃതർ അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. രാഷ്ട്രീയ പണിമുടക്ക് തള്ളിക്കളയണമെന്ന് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി PK ബൈജു. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് ഡിപ്പോയിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK ബൈജു. KSRTCയിൽ കരാർ ജീവനം നിലനിൽക്കുകയാണ്. ഈ കരാർ ജീവനം നിലനിൽക്കുമ്പോൾ കരാർ ജീവനം എതിർക്കപ്പെടണമെന്ന് പറഞ്ഞ് ഈ പണിമുടക്ക് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? KSRTCയിൽ മിനിമം കൂലി 500 രൂപയാണ് കൊടുക്കുന്നത്. ഈ 500 രൂപ കൊടുക്കുമ്പോൾ 1000 രൂപ 800 രൂപ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഈ പണിമുടക്ക് ഇവിടെ നടത്തുന്നത്?
BMS പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ചർച്ചകൾക്കായി ലേബർ കോഡ് മാറ്റിവെച്ചതെന്നും നടപ്പിലാക്കാതെ മാറ്റിവെച്ച പല വ്യവസ്ഥകളും കേരളത്തിൽ ഇപ്പോൾ തന്നെ KSRTCയിൽ നിലവിലുണ്ടെന്നും PK ബൈജു ചൂണ്ടിക്കാട്ടി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് E ശശി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി M കണ്ണൻ, യൂണിറ്റ് സെക്രട്ടറി M മുരുകേശൻ, ട്രഷറർ K പ്രജേഷ് എന്നിവർ പങ്കെടുത്തു. CCN പാലക്കാട്. പട്ടാമ്പി ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ 2021-25 ബാച്ചിന്റെ ബിരുദ ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ, വിവിധ വകുപ്പ് മേധാവികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീപതി ട്രസ്റ്റ് ഡയറക്ടർ KB ബ്രഹ്മദത്തന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KR രമേശ് ബാബു മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ, വിവിധ വകുപ്പ് മേധാവികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പൂജ പ്രദീപ്, मोहम्मद सफान TP, नंदना VM. CCN പട്ടാമ്പി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മണ്ണാർക്കാട്, കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും സംഘടിപ്പിച്ചു. പ്രതിഷേധക്കാർ ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. ഇവരെ താലൂക്ക് ആശുപത്രിക്ക് മുൻവശം വെച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. ആരോഗ്യവകുപ്പിന്റെ തകർച്ചയും പോലീസ് നിഷ്ക്രിയത്വവും ചൂണ്ടിക്കാട്ടി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങളെക്കുറിച്ച് ബോധവതിയായിരുന്ന, മൗലിക അവകാശങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ശ്രീമതി വീണ ജോർജ് ഇപ്പോൾ ആ അവകാശ ബോധമൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. അപ്പൊ അതിനോട് പ്രതികരിച്ച് മന്ത്രി പറഞ്ഞത് ഇതൊരു സിസ്റ്റത്തിന്റെ അനാസ്ഥയാണ്, ഒരു സിസ്റ്റത്തിന്റെ നിസ്സംഗതയാണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്നാണ്. അപ്പൊ ഈ ശ്രീമതി വീണ ജോർജ് ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഈ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഈ സിസ്റ്റത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ താൻ അതിലൊന്നുമല്ല. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയും ഞാൻ ഈ നാട്ടുകാരനെ അല്ല. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി P അഹമ്മദ് അഷറഫ്, അച്യുതൻ നായർ, കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു, ബാലകൃഷ്ണൻ, ഗിരീഷ് ഗുപ്ത തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. CCN മണ്ണാർക്കാട്. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയാണ് പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തിയത്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം സമരം ഉദ്ഘാടനം ചെയ്തു. ഐക്യകേരളം ഉണ്ടായതിനു ശേഷം ഇവിടെ ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കേരള വികസന മാതൃകയെ രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസിനും UDFനുമുള്ള പങ്കിനെ ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ പൊതു പൈതൃകമാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ?
ഉത്തർപ്രദേശുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം മുൻപിലാണ് എന്ന് പറയുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ബീഹാറിനേക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മേനി ധരിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ജാർഖണ്ഡിനേക്കാൾ, ഛത്തീസ്ഗഡിനേക്കാൾ, രാജസ്ഥാനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ പരിചരണം ഈ കേരളത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് മേനി ധരിച്ചത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നത് രോഗികളുടെ തലയിൽ. അവിടെയാണ് രോഗികൾ നിവൃത്തിയില്ലാതെ പ്ലാസ്റ്റർ ഇട്ട കാലുമായി എഴുന്നേറ്റ് ഓടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് ഈ നാട് ഭരിക്കുന്ന 9 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഭരണാധികാരികളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ തള്ളി മറിക്കലുകൾ അല്പമൊന്ന് നിർത്ത്. നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവും. എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോ അതിനെ സത്യസന്ധമായി പരിശോധിക്കാൻ, അങ്ങനെ പ്രശ്നമുണ്ടോ എന്നൊന്ന് വിലയിരുത്താൻ, ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ച് അതിന്റെ പരിഹാര നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഭരണാധികാരികൾക്കല്ലാതെ മറ്റാർക്കാണ് ഉത്തരവാദിത്തമുള്ളത്? കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാമദാസ് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ പി കെ ഉണ്ണികൃഷ്ണൻ, കമ്മുകുട്ടിയടത്തോൾ, പി എം മധു, സി സംഗീത, കെ ആർ നാരായണസ്വാമി, രാമദാസ്, ഗീതാ മണികണ്ഠൻ, അസീസ് പട്ടാമ്പി, കെ ബഷീർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. CCN പട്ടാമ്പി. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം ഏരിയ കൺവെൻഷൻ നടന്നു. ജില്ലാ പ്രസിഡന്റ് സുമംഗല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പക്ഷേ നമ്മൾ കരുതും ഇങ്ങനെയുള്ളൊരു സംഘടന എന്തിനാണ് ഇതിനൊക്കെ ഒരു വിധവാ സംഘടന അല്ലെങ്കിൽ ഒരു സിംഗിൾ വിമൻ. ഈ സിംഗിൾ വിമൻ എന്ന് പറയുമ്പോൾ അതിൽ വിധവ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭർത്താവ് മരിച്ചവർ മാത്രമായിരിക്കും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അങ്ങനെയല്ല. പക്ഷെ നമ്മൾ സിംഗിൾ വിമൻ എന്ന് പറയുന്നത് തികച്ചും ജീവിതത്തിൽ ഒറ്റപ്പെടലിലേക്ക് എടുത്തെറിയപ്പെട്ട സ്ത്രീകൾ. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, പലതും നമ്മുടെ അറിവോടുകൂടിയല്ല, പലതും നമ്മൾ അറിയാതെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സുന്ദരമായ ജീവിതം നയിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ കൂടെയുള്ള പങ്കാളി പെട്ടെന്ന് നമ്മൾ വിട്ടുപിടിക്കും പ്രതീക്ഷിക്കുന്നതല്ല. അങ്ങനെ അപ്രതീക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾ. അതുകൂടാതെ തന്നെ ഏരിയ പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി KB ഉഷാകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. AIDWA ജില്ലാ നിർവാഹക സമിതി അംഗം AK ഷീലാദേവി, ഏരിയ പ്രസിഡന്റ് K ശ്രീലത, ഏരിയ ട്രഷറർ MK ദേവി, ശ്രീകൃഷ്ണപുരം വില്ലേജ് സെക്രട്ടറി P പങ്കജവല്ലി, അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം K ശാന്ത, CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K ജയദേവൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. കൺവെൻഷനിൽ വെച്ച് ഷെൽട്ടർ ഹോമിലേക്ക് നീലമംഗലം ഉഷ സംഭാവന നൽകി. ദീർഘകാലം ഏരിയ പ്രസിഡന്റായിരുന്ന സാവിത്രി അന്തർജനത്തെയും സംസ്ഥാന അവാർഡ് ജേതാവും മികച്ച സംരംഭകയുമായ EP പ്രീതയെയും ആദരിച്ചു. പ്രതിനിധികൾക്കായി സംഘടനയുടെ വക്കീൽ PK രേവതി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ഈ വർഷത്തെ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം ശ്രീകൃഷ്ണപുരം ശാരദ എന്ന അംഗത്തിന് ജില്ലാ പ്രസിഡന്റ് സുമംഗല നൽകി നിർവഹിച്ചു. തുടർന്ന് വില്ലേജ് കമ്മിറ്റികൾ സംഘടന ചർച്ച നടത്തുകയും പുതിയ ഏരിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. സി രാജികയെ പ്രസിഡന്റായും KB ഉഷാകുമാരിയെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണ നഗരസഭയുടെ ആധുനിക ടൗൺ ഹാളിന് മുൻ ചെയർമാൻ KT നാരായണന്റെ പേര് നൽകാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇതോടൊപ്പം പുതുക്കിയ ഫീസും ബൈലോയും അംഗീകരിച്ചു. നഗരത്തിലെ പൊതുസ്ഥലങ്ങളിൽ ശുചിത്വ സന്ദേശങ്ങളും നിയമപരമായ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കുന്നതിനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഹരിതകർമ്മസേനയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായുള്ള ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ യോഗം അംഗീകരിച്ചു. മാലിന്യം സംസ്കരിച്ച് നിർമ്മിക്കുന്ന വിൻഡ്രോ വളം ബ്രാൻഡാക്കി വിപണനം ചെയ്യാനും തീരുമാനമായി. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് നേതൃത്വത്തിൽ പരിശീലനം നൽകി ഹരിതകർമ്മസേനയെ സംരംഭകരാക്കി മാറ്റും. നഗരസഭയിലെ 3 വാർഡുകളിലായി 21 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭൂമി സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കുന്നതിന് കൗൺസിൽ അംഗീകാരം നൽകി. ആരോഗ്യമേഖലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ അർബൻ PHCയിലും 3 അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലും ടെലി കൺസൾട്ടേഷൻ സൗകര്യങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചു. ഇതിലൂടെ നിശ്ചിത സമയങ്ങളിൽ ഡോക്ടറുടെ സേവനം ടെലി കൺസൾട്ടേഷൻ സംവിധാനത്തിലൂടെ ലഭ്യമാകും. പെരിന്തൽമണ്ണ നഗരസഭയിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് 3 ആശാപ്രവർത്തകരെ പുതുതായി നിയമിക്കുന്ന കാര്യവും കൗൺസിൽ അംഗീകരിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ IEC ഫണ്ടുകൾ ഉപയോഗിച്ച് നഗരത്തിലെ പൊതുസ്ഥലങ്ങളിൽ ശുചിത്വ സന്ദേശങ്ങളും നിയമപരമായ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കുന്നതിനും കൗൺസിൽ യോഗം തീരുമാനിച്ചു.
CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ പണിമുടക്ക് പൂർണ്ണം. വിവിധ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയ തൊഴിലാളികൾ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തി. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങാത്തതിനാൽ ജനജീവിതം സ്തംഭിച്ചു. നിപ്പ വൈറസ് സ്ഥിരീകരിച്ച തച്ചനാട്ടുകര കിഴക്കുംപുറം പ്രദേശത്ത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വളർത്തുനായ്ക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. നിപ്പയുടെ ഉറവിടം കണ്ടെത്താനുള്ള വിശദമായ പരിശോധനകളുടെ ഭാഗമായാണ് നടപടി. പെരിന്തൽമണ്ണയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 10 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കക്കൂത്ത് വടക്കത്തൊടി വീട്ടിൽ ആബിദിന്റെ മകൻ അഫ്നാനാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മണ്ണാർക്കാട് കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും സംഘടിപ്പിച്ചു. പ്രതിഷേധക്കാർ ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.